ആലപ്പുഴയിൽ വീണ്ടും അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച യുവാക്കൾ. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടനെ ഗതാഗത വകുപ്പ് ബന്ധപ്പെട്ട വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദാംശങ്ങളുമായി ഷാജഹാനുണ്ട്. ഷാജഹാൻ, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കാറിന്റെ ഡോറിൽ കയറിയിരുന്ന അഭ്യാസം കാണിച്ച് വാഹനമോടിച്ച യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഗതാഗത വകുപ്പ് നടപടിയും എടുത്തിരുന്നു. ഇപ്പോഴും ഇതേ സമാനമായ സംഭവം ആവർത്തിക്കുകയാണ്. എന്താണ് സംഭവം? എന്താണ് ഗതാഗത വകുപ്പ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടെടുത്ത നടപടി? വിനീഷ, ഗതാഗത വകുപ്പ് ജില്ലാ ഓഫീസറാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നോവ കാറിൽ സമാനമായ രീതിയിൽ ഡോറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ മാവേലിക്കര ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ള ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും യുവാക്കളെ പിടികൂടുകയും ഈ യുവാക്കളെ മാനസാന്തരം വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസ്ഥി വിഭാഗത്തിൽ അവരെ 3 ദിവസത്തെ സേവനത്തിനായിട്ട് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ ചെറുപ്പക്കാർ വാഹനം ഓടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അത് ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുഴുവൻ ഈ വാഹനത്തിൽ അപകടകരമായ യാത്ര ചെയ്ത മുഴുവൻ പേരെയും നാളെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2-3 സംഭവങ്ങൾ മാവേലിക്കര, കായംകുളം ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ്, ഗൗരവപരമായി തന്നെയാണ് ഗതാഗത വകുപ്പ് കാണുന്ന കാര്യം. ഇവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ വകുപ്പുകളില്ല. കാര്യം കൂടുതലും ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശന നിയന്ത്രണങ്ങളും നടപടികളും എടുക്കാൻ കഴിയാത്തതാണ് ഗതാഗത വകുപ്പിനെ കുറിക്കുന്ന പ്രശ്നം. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.